RSS ഭയങ്കര മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ വാചകം ആവർത്തിച്ചു. എല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ് ഈ RSS എന്ന് പറയുന്നത്. എല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുക, എല്ലാ നിമിഷത്തിലും തോറ്റുകൊണ്ടിരിക്കുക, നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോ നിമിഷത്തിലും സമ്പൂർണ്ണമായ ആധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അത് വിധിക്കപ്പെട്ട ഒരു എന്താ പറയുക, നിർഭാഗ്യവാന്മാരുടെ ഒരു സംഘമാണിതെന്ന് പറയുന്നത്. നിർഭാഗ്യവാന്മാരുടെ സംഘമാണ്. ഓരോ നിമിഷവും ജാഗ്രതരായി മസിൽ പിടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ. എന്തിനത്? ദാണ്ടേ അവൻ വരുന്നു, ദാണ്ടേ ഇവൻ വരുന്നു, മതപരിവർത്തനം വരുന്നു, മറ്റേ പ്രെയർ അസംബ്ലി വരുന്നു, ജിഹാദി വരുന്നു, ലാൻഡ് ജിഹാദി വരുന്നു, ലവ് ജിഹാദി വരുന്നു, ഹലാൽ ജിഹാദി വരുന്നു. ഇതിനെല്ലാം ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി മസിൽ പിടിച്ച് നിൽക്കുക സർവ്വസമയവും. ഇതല്ലാതെ വല്ലതും ഉണ്ടോ? ഇതാണ് ഒരു RSSകാരൻ ഒരു മിത്രത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ടാണ് ജമീമയുടെ കാര്യം കൃത്യം മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം 2023 നമ്മളിപ്പോൾ ഉള്ളതാ 24 ഒക്ടോബറിലാണ് ഇവർക്കെതിരെയുള്ള ഇത് വരുന്നത്. അതേ ഒക്ടോബർ തിരിഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെയായിരുന്നു അന്ന് അവർക്കെതിരെ? അത് നമുക്ക് മനസ്സിലാണ്. അന്നത്തെ സുബൈറിൻ്റെ ട്വീറ്റുകൾ നോക്കിയാൽ മതി. ആൾട്ട് സുബൈറിൻ്റെ അന്ന് ഈ ജമീമയ്ക്കെതിരെ വന്നിട്ടുള്ള ഈ സംഘി ഹാൻഡിലുകൾ വന്നിട്ടുള്ള വിദ്വേഷ ക്യാമ്പയിനുകൾ അത് പുള്ളി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത്, ഇപ്പോൾ അല്ല, ആ സമയത്ത് തന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു, ഒരു ചെറുപ്പക്കാരി, ഉയർന്നു വരുന്ന ഒരു സ്പോർട്ടിംഗ് സ്റ്റാർ, അവരുടെ അച്ഛൻ പ്രെയർ അസംബ്ലി നടത്തിയതിൻ്റെ പേരിൽ ഇവരെ കൺവേർഷൻ ജിഹാദി എന്നാണ് വിളിച്ചത്. അത് ഈ കൺവേർഷൻ ജിഹാദി എന്ന് ഈ റോഡ്രിഗസ് എന്നുള്ള പേര് എല്ലായിടത്തും വരുന്നില്ല. ജമീമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് മറ്റേ ഐറ്റാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ. ഇന്നിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജമീമ എന്നടിക്കുക. അപ്പോൾ ഗൂഗിളിൻ്റെ സജഷൻ വരുമല്ലോ. ആദ്യം വരുന്ന സജഷൻ എന്താ അറിയോ? ജമീമ റോഡ്രിഗസ് റിലീജിയൻ. ഗൂഗിളിൻ്റെ ഓട്ടോ സജഷൻ വരുന്നത് ഇമ്രാൻഖാൻ്റെ ഭാര്യയെ പോലെ എല്ലാവരും. അങ്ങനെ ഇത് എന്തിനാണ് ഇങ്ങനൊരു എനിക്കതാണ് ചോദിക്കണം. എന്തിനാണ് പ്രിയ മിത്രങ്ങളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? മസിലൊക്കെ ഒന്ന് ലൂസാക്കി ജീവിക്കും. അതിൽ വേറൊരു സിദ്ധാന്തം എനിക്ക് പറയാനില്ല ഇതിനകത്ത്. ഇന്ന് വേറെ സംഭവം, ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ വേറൊരു വാർത്തയുള്ള ദിവസമാണ്. നമ്മുടെ അസറുദ്ദീൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന ഒരു ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ആൾ തെലങ്കാനയിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക. അങ്ങനെക്കെതിരെ നടക്കുന്നുണ്ട്. അതിന് BJP രാഷ്ട്രീയ വിമർശനം വിചാരിക്കും. അവിടെ എന്ന് വെച്ചാൽ അവിടെ അടുത്ത ആഴ്ച ജൂബിലി ഹിൽസിൽ ഇലക്ഷൻ നടക്കാൻ പോകണം, ബൈ ഇലക്ഷൻ നടക്കാൻ പോകണം. അപ്പോൾ ജൂബിലി ഹിൽസിലെ ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്, പിന്നെ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് ആണെന്നൊക്കെയുള്ള ഒരുപാട് സംഗതിയുണ്ട്. എനിവേ ഇന്ത്യയെ ഒരു ലെജൻഡറി ക്രിക്കറ്റർ എന്ന് പറയാവുന്ന ഒരാൾ മന്ത്രിയാകുമ്പോൾ സാമാന്യമായിട്ട് സന്തോഷിക്കാൻ വേണ്ടത്. ആ ദിവസവും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ അലിഗഡിൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചു. അക്ഷരമൊക്കെ തെറ്റാണ്, മുഹമ്മദിലുള്ള സ്പെല്ലിങ്ങൊക്കെ തെറ്റാണ്. എന്താ അറിയില്ല, പോലീസുകാർ എനിക്ക് ഇത് തെറ്റായി എഴുതിക്കൊണ്ടാണ് എന്തോ അറിയില്ല. പോലീസുകാർ പിന്തുടർന്നു, ആളുകൾ പിടിച്ചു നോക്കുമാരാണ് മുഴുവൻ മിത്രങ്ങളാണ്. അക്ഷരത്തെറ്റാണെങ്കിൽ ഉറപ്പാണ്. മുഴുവൻ മിത്രങ്ങളാണ്. 2 ആഴ്ച മുമ്പ് നമ്മുടെ ഗുൽബർഗയിൽ നിന്ന് വാർത്ത ശ്രദ്ധിച്ചു. അവിടെ ഒരു മുസ്ലിമായിട്ടുള്ളൊരു ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണിയാണ്. അവിടുത്തെ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കിയില്ലേ. ഇത് എന്തൊരു ജീവിതമാണ് മിത്രങ്ങളെ? ഇതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ ഈ മിത്രങ്ങളുടെ തോളി പിടിച്ച് നടക്കുന്ന ആളുകൾ, അവർക്കാണ് ജമീമ റോഡ്രിഗസിൽ പാഠങ്ങളുള്ളത് ഉണ്ടല്ലോ. നമ്മൾ ഈ ക്രിസംഖികൾ എന്ന് പറയുന്ന ടീം, അവരിതിൽ നിന്നെങ്കിലും പാഠം പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? റോഡ്രിഗസിന് സല്യൂട്ട് പറയാം.